ഏകദേശം 3 hour ഫ്ലൈറ്റ് ജേർണിയാണ് മാഞ്ചസ്റ്റർ ടു ഫിൻലൻഡിലെ ലാപ്ലൻഡിലേക്കുള്ളത്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന വ്യൂ തൊട്ട് ഫുള്ളി സ്നോ കവേർഡ് ആയിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. ടെമ്പറേച്ചർ -25 ആണ്. അപ്പൊ തന്നെ അറിയാലോ ഫുള്ളി സ്നോ തന്നെയായിരിക്കും. ആദ്യമായിട്ടാണ് ഞാനൊരു ട്രിപ്പ് പോയിട്ട് എന്റെ ലഗേജ് ഡാമേജ് ആവുന്നത്. ഞങ്ങൾ എത്തുന്നത് അവിടുത്തെ ലോക്കൽ ടൈം 1:30, അതായത് ഉച്ചക്ക് 1:30. ആ ഒരു ടൈമിൽ തന്നെ സണ്ണൊക്കെ പതിയെ സെറ്റായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കിത് മൂണൊക്കെ കാണാൻ പറ്റും. ഐസിനൊരു തിളക്കം കണ്ടോ? അതിന് ഓടുവാട്ടോ കാറിലേക്ക്. സോ അതാണ് കാറ് ഞങ്ങൾ റെന്റ് ചെയ്തേ. ഞങ്ങൾ മറ്റേ ഇന്റർനാഷണൽ പെർമിറ്റ് തന്നെ യൂസ് ചെയ്തിട്ടാണ് അവിടെ പോയാൽ ഫോട്ടോസ് എടുക്കാൻ. കാരണം എന്തെങ്കിലും സ്ക്രാച്ച് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ എടുത്ത് വെച്ചില്ലെങ്കിൽ അത് നമ്മുടെ തലയിൽ വരും. കയറി ഇരിക്കട്ടെ എടുത്താലും നടപ്പട്ടെ. ഞാൻ എൻ്റെ ഫേവറേറ്റ് ജാക്കറ്റിലേക്ക് മാറി. ഞങ്ങൾ ഇന്ന് ആക്ച്വലി മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ 7 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 3 മണിക്കൂർ നമ്മൾ ചെക്ക് ഇൻ ചെയ്യണമല്ലോ. 2 മണിയായിട്ടുള്ളൂ. ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. 7 മണി 11 മണി 7 മണി ടു 11 മണിയിൽ നമുക്ക് നോർത്തേൺ ലൈറ്റ്സ് കാണാമെന്നാണ് പറയുന്നത്. ഇവിടെ അടുത്തുള്ള ഒരു സിറ്റി പോലത്തെ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുഡ് കഴിക്കാൻ വന്നതാണ്. രാവിലെ എണീറ്റിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഒരു കോഫി അടിച്ചതാണ്. UK ഇവിടെ തമ്മിൽ 2 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ടൈം ആയിട്ടില്ല. അവിടെ ഇപ്പോൾ ഏകദേശം ഒരു 11 ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ബോഡിക്ക് അത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഒന്നും കഴിച്ചിട്ടില്ല, പെട്ടെന്ന് രാത്രിയായി ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളൊരു സെറ്റപ്പിലാണ് എൻ്റെ ബോഡി നിൽക്കുന്നത്. എന്തെങ്കിലും കഴിക്കും. നമ്മൾ ഇവിടെ ഒരു മോള് കണ്ടോ, അവിടെ സബ്വേന്നൊക്കെ ഐസ് സ്കേറ്റിങ് പോനാ. അല്ലോ എൻ്റെ മൂക്കൊക്കെ തണുത്ത്. നമ്മളെടുത്തേക്കുന്ന സ്റ്റേയിൽ നമുക്ക് കിച്ചണൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി വാങ്ങാം. അറിയില്ലല്ലോ എങ്ങനെയാണ് നമ്മൾ പോകുന്ന സ്ഥലം. സോ അതിന് ഞങ്ങളിത് ഇങ്ങനെ ഷോപ്പിൽ വന്നേക്കാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ കേട്ടോ. ഞാൻ സ്നോ ഫ്ലേക്സിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടോ ഞങ്ങളതാ ഞങ്ങളുടെ സ്റ്റേയുടെ അവിടെ എത്തിയിട്ടോ. ആൻഡ് ഇവിടെ സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഞങ്ങളുടെ പ്രോപ്പർട്ടി വരുന്നത്. ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല, പക്ഷേ നോക്കൊരു കാടാണ് ഫേസിങ്. ആൻഡ് സ്നോൻ്റെ തിക്നെസ് നല്ല തിക്ക് സ്നോയാണ്. സ്റ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ സ്നോഫോള്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ. കണ്ടോ അതിനോട് ഓൾറെഡി ഉണ്ട് കേട്ടോ. ഇതാണ് ഒരു ക്യാബിൻ വില്ലയാണ്. വരാന്തേന്ന് വരുമ്പോൾ ഫുള്ളി ഒരു വാർഡ്രോബ് ഉണ്ട്. ഞങ്ങളോട് സാധനം വെച്ചേക്കാണ്. ഇവിടെ എന്താ സംഭവം? ക്ലീനിങ്. എനിക്ക് തോന്നുന്നേ ഡ്രസ്സ് ഉണക്കാനിടുന്ന സ്ഥലം. ഇതാണ് ഹോള് വരുന്നേ. പുറത്തേക്ക് നമുക്ക് രാവിലെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ബ്ലൈൻഡ്സ് ഉണ്ട് ആൻഡ് TV യൂണിറ്റ് ഏരിയ, ഫയർ പ്ലേസ് ഉണ്ട്, ഡൈനിങ് ഏരിയ ഉണ്ട്, കിച്ചൺ ഉണ്ട്. മേളിലേക്ക് പോകുമ്പം 2 കിഡ്സിനൊക്കെ അല്ലെങ്കിൽ 2 അഡൾട്ട്സിനൊക്കെ കിടക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വീട്. മേളിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഉള്ളത്. അതാണ് ഒരു കുട്ടി ബെഡ്റൂമാണത്. ഇത് ശരിക്കും 4 പേർക്ക് ഉള്ള വില്ല കേട്ടോ. ഇതാണ് വാഷ്റൂം വരുന്നത്. ഇതാണ് ഏറ്റവും അടിപൊളി വ്യൂ. കാരണം നമുക്കിങ്ങനെ ഹോളിൽ ഇരുന്നിട്ട് രാത്രിയും കാണാം രാവിലെയും കാണാം. ഇപ്പം മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ അതെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതൊരു ട്രിപ്പ് വീഡിയോ ആണ്. ഞങ്ങളുടെ 5th ആനിവേഴ്സറി ആയിട്ട് ഞങ്ങളൊരു ട്രിപ്പ് വന്നേക്കുവാണ്. വൺ ഓഫ് ദി ഡ്രീമിയസ്റ്റ് പ്ലേസ് ആണ്. ഇത് 2nd ഡേ ആയിട്ട് ഇന്നലെ ഞങ്ങൾ എത്തിയതാണ്. പക്ഷെ ഇന്നലെ മോർണിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. സോ നമ്മൾ വന്ന് വേറെ പ്രത്യേകിച്ച് എവിടെ പോയില്ല, റിലാക്സ് ചെയ്തു. ഉറങ്ങാനുണ്ടായിരുന്നു. 2 മണിക്ക് രാത്രി എണീറ്റാണ് ഫ്ലൈറ്റ് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുൾ ഉറക്കപ്പിച്ചലൊക്കെ ആയിരുന്നു. രാത്രി ഞങ്ങൾക്ക് സ്നോ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മോർണിംഗ് അടിപൊളി വ്യൂ ആണ്. സൺറൈസ് ആയിട്ടില്ല. 10:50 രാവിലെ 10:50 സൺറൈസ്. ഇപ്പോൾ ഏകദേശം എനിക്ക് 10:30 10:45 അപ്പോൾ ഏകദേശം ഒന്ന് ലൈറ്റ് വന്നിട്ടുണ്ട്. എന്നിട്ട് 1:45 സൺസെറ്റ് ആവും. അപ്പോൾ ആദ്യം 4 മണിക്കൂറാണ് നമുക്ക് ലൈറ്റ് ഉള്ളൂ. നമുക്ക് ലൈറ്റിന്റെ പരിപാടീസ് എന്തെങ്കിലും കാണാൻ പോകുന്നുണ്ടെങ്കിൽ അത് 4 മണിക്കൂറുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഇരുട്ടാണ്. ഈ സൺറൈസ് ചെയ്തിട്ടുള്ള ലൈറ്റുള്ള ടൈം ഇപ്പോൾ പോളാർ നൈറ്റ്സ് ആണ്. അപ്പോൾ പറയുന്നത് സൺ ഒരു ഹൊറിസോണ്ടൽ മേലിലേക്ക് വരില്ല. അതായത് ശരിക്കും ഹാർഷ് ലൈറ്റ് നമുക്ക് ഹിറ്റ് ചെയ്ത് ഒരു പ്രത്യേക ഒരു പോളാർ ലൈറ്റ് എന്നാണ് അതിന് പറയുന്നത്. ഒരു കളേഴ്സ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു ലൈറ്റ് ആണ്. ലൈറ്റ് ഉണ്ടാവും, പക്ഷെ ഭയങ്കര ലൈറ്റ് ഇതാണ്. സണ്ണിനെ കാണാൻ പറ്റില്ല. ഞങ്ങൾ ഇന്നലെ വന്ന സമയത്ത് എയർപോർട്ടിൽ തന്നെ നമുക്ക് മൂൺ കാണാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ലൈറ്റുള്ള ടൈമിൽ നമുക്ക് മൂണിനെ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയായിട്ട് തോന്നി. ഇന്ന് സൺറൈസ് ആയിക്കഴിഞ്ഞ് ഞാൻ കാണിച്ചറ മൂണിനെ കാണുന്നുണ്ടോന്ന്. ഫോറസ്റ്റ് ആണ്. അങ്ങോട്ടേക്ക് ഇനി ക്യാബിൻസ് ഒന്നുമില്ല. നമ്മളുടെയാണ് ലാസ്റ്റ് വൺ. ഇവിടെ ഇരിക്കാൻ വേണ്ടി ഒരു കസേരയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണിൽ നിന്നും ആ ഫോറസ്റ്റിന് അങ്ങോട്ടേക്ക് ഒരു വ്യൂ ഉണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളിയല്ലേ? ഓ അവിടെ ഒരു ക്യാബിൻ ഉണ്ട് കേട്ടോ.
സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് നല്ല രസമല്ല. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എത്ര തണുപ്പായിരിക്കും അറിയില്ല. സൺറൈസ് ആവുന്നുള്ളൂ. റെഡിയായി. ഞങ്ങൾക്ക് ഇനി ലെയർ ചെയ്യണം. കാരണം നമ്മൾ ജസ്റ്റ് കോട്ട് മാത്രം ഇട്ട് അവിടുത്തെ തണുപ്പ് നിൽക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് ലെയർ ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കണം എന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അടുത്ത കുഴപ്പമില്ല. ഇതാണ് മേക്കപ്പ് ലുക്ക്. സത്യം പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫുള്ളി നമ്മൾ കവർ ചെയ്യില്ല. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ശ്വസിക്കുന്നത് വരെ നമ്മളിങ്ങനെ കവർ ചെയ്യും. പിന്നെ വെറുതെ പിക്കൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാകാൻ പറ്റാൻ വിചാരിച്ചിട്ട് ഇന്നാണ് എനിക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നാളെ ഞങ്ങൾക്കൊരു മോർണിംഗ് ടു ഈവനിങ് ഒരു ടൂർ ഉണ്ട്. ആൻഡ് മറ്റന്നാളും അതുപോലെ തന്നെ അത് ബുക്ക് ചെയ്തിട്ടില്ല. മറ്റന്നാളത്തെ ബുക്ക് ചെയ്തിട്ടില്ല. കാരണം നോർത്തേൺ ലൈറ്റ്സ് അതിൻ്റെ ഇടയിൽ നമ്മൾ എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ നമ്മൾ പോയില്ല. അല്ലെങ്കിൽ നമ്മൾ നോർത്തേൺ ലൈറ്റ്സിൻ്റെ ടൂർ ബുക്ക് ചെയ്തിട്ട് പോകാനാണ് പ്ലാൻ. ഇപ്പം നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് പെയ്യുന്നുണ്ട്. ഞാൻ റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ റെഡി ആവുന്ന വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ ലെയർ ഇട്ടിട്ടുണ്ട്, കാണുന്ന പോലെയല്ല. സോ മൈ ഗോഡ്, നല്ല സ്നോഫോൾ ആയിട്ട്, നല്ല സ്നോഫോൾ. സ്റ്റക്കായി പോയി. ഗുഡ് സ്റ്റക്ക്. വാ പോയി. എവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നേ? നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഇത്രയും മഞ്ഞുണ്ട്, ഇത്രയും മഞ്ഞ്. അയ്യോ. അപ്പൊ ഇതാണ് റിയാലിറ്റി. ലൈക്ക് നമ്മൾ നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പോൾ പക്ഷെ കാണാൻ അടിപൊളിയാ, രക്ഷയില്ല. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. 12:30 1 മണിക്കൂറും കൂടി ഉള്ളു ലൈറ്റ്. അപ്പൊ ആകെ കുറച്ച് അവേഴ്സേ നമുക്ക് ലൈറ്റ് ഉണ്ടാവുള്ളൂ വിചാരിക്കണം. നല്ല തണുപ്പുണ്ട്. ലെയർ ചെയ്തില്ലെങ്കിൽ നല്ലതായിട്ട് വയ്യാതാവും. എൻ്റെ മുടിയൊക്കെ ഐസായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമ്മൾ തിരിച്ച് കയറാണ്. ഓക്കെ, സോ നല്ല സ്നോഫോൾ ഉണ്ട്. ഞാനിങ്ങനെ നോക്കുമ്പോഴേക്കും എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കാരണം ഫോട്ടോയില് എന്നെ കാണുന്നില്ല, ഫുള്ള് സ്നോഫോളാ. എന്ത് രസാ, നല്ല രസമുണ്ട്. പക്ഷെ കുറെ നാളൊന്നും നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല, വയ്യാതെ. ഇപ്പം മൊബിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഇല്ലേ, നമുക്ക് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ഓടി നടക്കുന്ന പോലെ നടക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നല്ലപോലെ ലെയർ ചെയ്ത് ഒരുവിധം സെറ്റാ. എൻ്റെ ഗ്ലൗസ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും ലെയർ ഇട്ടിട്ട് ശ്വാസം കിട്ടുന്നില്ല. ഒരു 20 മിനിറ്റ്സ് ഉണ്ട് കേട്ടോ അടുത്തുള്ള ഷോപ്പിലേക്കൊക്കെ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വരുന്ന വഴി കുറച്ച് ഇങ്ങനത്തെ കപ്പ് നൂഡിൽസ് ഒക്കെ ഇല്ലേ, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പ്, ഫ്രൂട്ട്സ് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് നമുക്ക് വിശക്കുവാണെങ്കിൽ കഴിക്കാൻ വേണ്ടി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് ഈ നൂഡിൽസ് കഴിക്കാം, പിന്നെ 2 മുട്ട പുഴുങ്ങിയിട്ട് കഴിക്കാം. ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് Airbnb എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ അവർ ഓൾറെഡി കുക്ക്വേഴ്സ് ഒക്കെ ഓൾറെഡി ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇൻ കേസ് ഇനിയിപ്പോൾ എണ്ണ ഒന്നും ഇല്ലെങ്കിലോ ജസ്റ്റ് ബട്ടറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു മുട്ടയൊക്കെ പൊരിക്കണമെങ്കിൽ. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. കുക്ക് ചെയ്യാനാണെങ്കിൽ എണ്ണയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവരുടെ എന്തോ ഫുഡിൻ്റെ ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ എൻട്രൻസ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ. എന്നിട്ട് അതിപ്പോൾ ഫുള്ളി കാറ് മൊത്തത്തിൽ സ്നോയിൽ കുളിച്ച് കിടക്കുകയാണ്. ഇങ്ങനെ ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്ക് തണുപ്പാണ്ട് വിശപ്പ് തോന്നുന്നില്ല എനിക്ക്. കഴിച്ചില്ലെങ്കിൽ നമ്മളൊരു ടയർഡും. കാരണം ഇപ്പം ഏകദേശം 1 മണി ആവാറായി. ഞാൻ രാവിലെ എണീറ്റിടാക്കി ഒരു കോഫിനകത്ത് കുടിച്ചിട്ടുണ്ട്. തലക്കൊരു കട്ടിപ്പുണ്ട്. അത് തണുപ്പിൻ്റെ ആണോ അതോ ജെറ്റ് ലാഗ് ആണോ എന്ന് അറിയില്ല. കാരണം ഞങ്ങൾ നല്ല മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രോപ്പർലി ഉറങ്ങാൻ പറ്റില്ല. മിനിയാണ് ഇന്നലെ രാത്രി നമ്മൾ നന്നായിട്ട് ഉറങ്ങി. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ നല്ല വ്യൂ ഉള്ളതുകൊണ്ട് ഒരു വിന്റർ വണ്ടർലാൻഡിനെ നടുക്ക് ഇങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ട്. ഇതേ വണ്ടി സ്റ്റാർട്ട് ആവണല്ലേ? ഓക്കെ ഓക്കെ. ഓൾറെഡി ചൂട് വെള്ളമാണ് ഇരിക്കുന്നത്. ഞാൻ ഇതൊന്ന് കൊണ്ടുവച്ചിട്ട് വരാട്ടാ. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇവിടെയുള്ള ആൾക്കാർ പണിക്കുവാണെങ്കിൽ രാവിലെ എണീറ്റ് ഇത്രയും ലെയർ ചെയ്ത് മഞ്ഞിലുള്ള സാധനമൊക്കെ കളഞ്ഞിട്ട് വേണ്ട പോവാൻ. ഞങ്ങളുടെ ഒരു ലൈഫ് സേവർ സാധനമാണ് ഈ ഹാൻഡ് വാമേഴ്സ്. കുറച്ച് ടൈം എടുക്കും ആക്ടിവേറ്റ് ആവാൻ. പക്ഷെ ഇന്നലെ ഞാൻ ഇത് വെച്ചിട്ടാണ് ഇരുന്നിരുന്നത്. പിന്നെ എന്താണെന്നറിയോ, ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ആണോന്ന് അറിയില്ല, ഭയങ്കര സ്നോ.
ഞാൻ ആക്ച്വലി ഞങ്ങൾക്ക് ഇങ്ങനെ സ്നോഫോള് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നോഫോള് കാണിക്കുന്നത് ട്യൂസ്ഡേ ആണ്. ഞാനും എന്താ ചെയ്യുന്നത്, കുക്കിയില് സ്നോഫോൾ ചെയ്യെങ്കിലും ഇങ്ങനത്തെ ഇത്ര രീതിയിലൊന്നും പെയ്യില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാണ് വിൻ്റർ ആണെങ്കിൽ കേട്ടോ. എനിക്ക് തോന്നുന്നു കാനഡയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇത് നിങ്ങൾക്ക് യൂസ് ടു ആയിരിക്കും. ആർക്കേഡിയ പാർക്കിലേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ 6 PM സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളൊരു 3:30 ഒക്കെ ആയപ്പോഴേക്ക് എത്തി. അപ്പം വരുന്ന വഴി അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു സ്കീയിങ് സ്പോട്ട് ഉണ്ട് കേട്ടോ. ഇത് പ്രോപ്പർ സ്കീയിങ് ലൊക്കേഷൻ ഒന്നും കണ്ടറിയാൻ പറ്റും. ആ മേളിലുണ്ട് മലകൾ, അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് ഇവർ സ്കീ ചെയ്ത് വരുന്നത്. ഇപ്പോഴും നല്ല മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക, കണ്ണിലേക്കൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം അന്വേഷിച്ചത് എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഉള്ളത്. 6 മണി വരെ ആയിട്ടുള്ളത്. നമ്മൾ എടുക്കുമ്പം ഫുൾ ഡേ പാസ്സായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എടുക്കുമ്പോൾ എന്തായാലും ഫുൾ ഡേ ആയിട്ട് എടുക്കാം. ഞങ്ങൾ മറ്റന്നാൾ വരാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഞങ്ങൾ ഇവിടെ അടുത്ത് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കിട്ടുമെന്ന് നോക്കുമ്പോൾ ഇത് അടിപൊളിയാട്ടോ. പ്രോപ്പർ പ്രൊഫഷണൽ സ്കീയിങ് ആണ്. എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. സോ നമ്മൾ ഓർഡർ ചെയ്തത് കോഫി. ഞാൻ എപ്പോഴും വെജിറ്റേറിയൻ കഴിക്കുള്ളൂ പുറത്തിറങ്ങിയ. അനു ബീഫുമാണ് കഴിക്കുന്നത്. ചിപ്സ് രക്ഷയില്ലാട്ടോ ഇവിടുത്തെ, നല്ല രസമുള്ള ചിപ്സ്. പോയിട്ട് ഏകദേശം 1 hour കൂടി ആയിട്ടില്ല കേട്ടാ. തോക്ക് ഈ വണ്ടിയിൽ ഇത്രയധികം മഞ്ഞ് വന്ന്. ഇപ്പം സമയം 5:50 ആയിട്ടുള്ളൂ. അതിനത് ചുരണ്ടി കളയാ അത്ര ലെവലില് വന്ന്. ഈ കാറിൻ്റെ സൈഡിലൊക്കെ കിടക്കുന്നുണ്ടോ ആ ഒരു അഡ്വഞ്ചർ പാർക്ക്. ഇവിടെ റെയിൻഡിയേഴ്സ് ഉണ്ട് കേട്ടോ. ഹലോ, തടമ്പള്ള സോറി. ആരൊക്കെ ഫിനിഷിൽ സംസാരിക്കും. അയ്യോ ഹലോ. കറക്റ്റ് ടൈമിൽ സ്നോഫോൾ ലൈക്ക് പെയ്ഡ് ആക്ടർ പോലെ ഉണ്ട്. വില്ലേജാണ്. അവിടെ ഒരു ക്യാമ്പ് ഫയർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. തണുപ്പായതുകൊണ്ട് നമ്മൾ അധികം ഒന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല, കുറച്ച് കാണിച്ചാൽ. പിന്നെ തിരിച്ച് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. പാർക്ക് നീന്തൻ അടിക്കാൻ കയറിയതാ. ഇവിടെ കാറുകളൊക്കെ പാർക്ക് ചെയ്തേക്കണ അതിൻ്റെ മേളിലെല്ലാം ഫുള്ളി സ്നോയാണ്. ശരിക്കും ഇവിടെ താമസിക്കുന്നവരെ ഞാൻ നമിച്ചു. കാരണം രാവിലെ എണീറ്റ് ഈ സാധനം ക്ലീൻ ചെയ്തിട്ടൊക്കെ പോവാന്ന് പറഞ്ഞാൽ നല്ല എഫേർട്ട് എടുക്കണ്ടേ. ഞങ്ങളിതാ തിരിച്ച് ഞങ്ങളുടെ റൂമിലെത്തിയിട്ടുണ്ട്. മറ്റേ നമ്മുടെ നാട്ടിൽ കൊടും മഴ പെയ്യുന്ന പോലെയാണ് ഇവിടെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് ഇവിടെ സോനയുണ്ട്. സോനയിൽ ഇരിക്കാൻ വിചാരിക്കുന്നത് കുറച്ച് നേരം. ഫിനിഷ് സോന ഭയങ്കര പോപ്പുലറാണ്. അപ്പം എന്തായാലും ഇവിടെ നിന്നിട്ട് സോന ട്രൈ ചെയ്തില്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു മിസ്സിങ് ആയിപ്പോവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് നേരത്തെ ഉറങ്ങണം, കാരണം നാളെ രാവിലെ എണീക്കാനുള്ളതാണ്. നമുക്ക് നാളത്തെ രാവിലത്തെ വിശേഷങ്ങൾ. ഡ്രീമിന്റെ ഉള്ളിൽ ജീവിക്കുന്ന പോലെ ഉണ്ട്. ലൈറ്റ് എല്ലാം അടിപൊളി, രക്ഷയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടില്ല. ഇത് രസമാണ് കാണാൻ. എൻ്റെ ഏറ്റവും അടിപൊളി ട്രിപ്പുകളിൽ ഒന്നായിരിക്കും ഈ ഒരു സ്പോട്ട് കേട്ടോ. ഇതൊരു നാഷണൽ പാർക്കാണ്. ഞങ്ങൾ വന്നേക്കുന്നത് ഒരു ടീമിൻ്റെ കൂടെയാണ്. വൈൽഡ് അബൌട്ട് ലാഗ്മാൻ എന്ന് പറഞ്ഞിട്ട് അടിപൊളി. ആ ഡ്രൈവറാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു റെയർ ഫിനോമിനൻ കണ്ടു, കോൾഡ് ലൈറ്റ് പില്ലേഴ്സ്. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നില്ല. എന്നിട്ട് പുള്ളി അത് കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടി വേറെ റൂട്ടൊക്കെ കയറി പോയിട്ടോ.
രസാലേ. നിനക്ക് ഈ വീട്ടിലെ ലൈറ്റിങ്ങിൽ നല്ല ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്പൊ കണ്ണിൽ എന്ത് രസമായിരിക്കും. സണ്ണിങ്ങനെ റൈസായി 10:45 സൺറൈസ്. എക്സാക്ട്ലി 11 മണിക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗോൾഡൻ അവർ ടൈമാണ്. ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട്. ഡ്രൈ വാഷ്റൂമാണെന്ന് പറഞ്ഞത്. അതായത് വെള്ളവുമില്ല ഇലക്ട്രിസിറ്റിയും ഇല്ല. Taiga forest or also northern boreal forest. This forest is very very big, but it comprises, especially here, mostly 3 species of trees. This is the national tree of Finland, and it's the best fire starter. നല്ല തണുപ്പാണ്. ഭംഗിയുണ്ട്. നല്ല ലൈറ്റ് ആവട്ടെ. Careful, careful. എന്നെ മുടി ഇരിക്കണോക്കെ എന്ത് രസാ ആക്ച്വലി. ലൈറ്റ്സും നല്ല ഒരു പ്രത്യേക ലൈറ്റ് കണ്ടോ. ക്യാമറയിൽ പകുതിയും കിട്ടുന്നില്ല, അത് വേറെ കാര്യം. ഞാൻ ഈ ബാഗ് എടുത്തോണ്ടാണ് നിങ്ങൾ ബാഗ് എടുത്തോണ്ടിരുന്നിട്ടാ. അപ്പോൾ 2 പ്രാവശ്യം എന്നോട് ചോദിച്ചു ബാഗ് തിരിച്ചു വെക്കണ്ടോന്ന്. നമ്മളില്ല കുഴപ്പമില്ല, കാരണം ഞാൻ എന്റെ ജ്യൂസും ട്രൈപ്പോഡൊക്കെ വെച്ചേക്കായിരുന്നു. കാരണം ഇൻകേസ് എന്നെക്കൂടെ പറ്റിയില്ലെങ്കിൽ ജ്യൂസൊക്കെ കുടിച്ചിരിക്കാലോ. പക്ഷെ പുള്ളിക്ക് മനസ്സിലായി. പുള്ളി എനിക്ക് കുറച്ച് എക്സ്ട്രാ ബിസ്ക്കറ്റ് ഒക്കെ തന്നാ പെട്ടിയെ പാടി തന്നിടത്തി കഴിച്ചിട്ട് ബാക്കി തന്നായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയാന്ന് വെച്ചാ എനിക്കൊരു സ്ഥലത്ത് 10-15 മിനിറ്റ് വേണം ഫോട്ടോ ഒക്കെ എടുക്കാൻ. അപ്പൊ അതൊന്നും ആ ടൈം കിട്ടിയില്ലെങ്കിൽ ഞാൻ വെപ്രാളപ്പെട്ടു. എൻ്റെ കവിളൊക്കെ ഇരിക്കണം നോക്കിയേ, ചുമന്ന് തൊടുത്ത്. എൻ്റെ ലിപ്സ്റ്റിക് എല്ലാം എൻ്റെ നെക്ക് വാർമറിലായി. സൂപ്പർ. ഇങ്ങനത്തെ ഒരു സ്ഥലം ഇതുവരെ നമ്മൾ പോയിട്ടില്ല. ഗൈസ്, വെൽക്കം ടു അനദർ ഡേ. ഇന്നലെ ടയേർഡ് ആയിരുന്നു. കാരണം നമ്മൾ അതിൽ ആ ഒരു ഹൈക്കിങ്ങിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് നേരെ കുറച്ചൊരു മൂവിയൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങി. ഞാൻ ഇന്ന് എൻ്റെ ഹെയർ കേൾ ചെയ്യാണ്. നാളെ ഞങ്ങൾ പോകും. എനിക്കൊരു പിക്ക് എടുക്കാനുണ്ട്. അതിനകത്ത് ഹെയർ കേൾഡാണ്. അതുകൊണ്ട് ഞാൻ കേൾ ചെയ്യാണ്. ഇതാണ് എൻ്റെ ഹെയർ. ഇത് കുളിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 3rd ഡേ ആയപ്പോൾ ഓയിലാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒട്ടിയിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തായാലും അത് എടുക്കണം. ഞാൻ പൊതുവെ വേറെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം തല നനക്കാതെ നോക്കും. കാരണം മുടി പല വെള്ളത്തിൽ കുളിച്ച് കഴിയുമ്പോൾ എളുപ്പത്തിൽ മുടി കൊഴിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പം ഇതാണ് ഹെയർ. ഇങ്ങനെയാണ് കേൾ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. എന്തായാലും ഞാൻ ഈ സൈഡും കൂടി കേൾ ചെയ്തിട്ട് വരണം. ഡേ 4 ആണ്. ഇന്നലത്തെ പോലെ നല്ല ക്ലിയർ സ്കൈയും മാഷ്മെലോ പിങ്ക് കളർ സ്കൈസ് ആണ്. സൺറൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ആകെ 4 hours ലൈറ്റ് ഉണ്ടാവുള്ളൂ. 10:30 11 മണിക്കാണ് സൺറൈസ് ആൻഡ് 1:30 ആകുമ്പോൾ സൺസെറ്റ്. നമ്മൾ വിചാരിക്കുന്നത് ഇന്ന് ചുമ്മാ ഇവിടെ അടുത്ത് നടക്കാൻ പോവാം. ഞങ്ങൾ താമസിക്കുന്നത് ഒരു അടിപൊളി സ്കീ വില്ലേജിലാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കുറേ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് പോയി കാണാം. ഞങ്ങൾ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ട്രാവൽ ഏജൻസിനൊന്നും ബുക്ക് ചെയ്യാറില്ല. പൊതുവേ ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യും, ടിക്കറ്റ് എടുത്ത് വെക്കും. എന്നിട്ട് പതിയെ ഞാൻ തന്നെ കുറേ വ്ളോഗും വീഡിയോസും എല്ലാം കാണും. അതിനോട് കുളിക്കാട്ടെ, എൻ്റെ ചെറിയ ശബ്ദമുണ്ട്. അതിലൊന്നിലും ആരും പറഞ്ഞില്ല വാട്ടർ പ്രൂഫ് മസ്കാര എടുക്കണം എന്ന്. കാരണം ഞാൻ പേഴ്സണലി വാട്ടർ പ്രൂഫ് മസ്കാര യൂസ് ചെയ്യുന്ന ആളല്ല. കാരണം ഇത് റിമൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണല്ലോ. അപ്പം എൻ്റെ ലാഷസ് ചിലപ്പോൾ പോരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ മിക്കപ്പോഴും വാട്ടർ റെസിസ്റ്റന്റ് ഓർ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മസ്കാരാസ് ആണ് പൊതുവെ യൂസ് ചെയ്യാം. പക്ഷേ ഞാനത് ഇവിടെ യൂസ് ചെയ്യുമ്പോൾ മഞ്ഞ് പെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്കൊരു നനവ് ഉണ്ടാവും. ആ നനവിൽ ഇന്നലെ എന്റെ മസ്കാരയൊക്കെ ഇത് ഇവിടേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതുവെ പാക്കേജ് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങളൊരു ഫ്ലൈറ്റ് എടുക്കും. എത്ര ദിവസത്തേക്കാന്ന് പ്ലാൻ ചെയ്യും. ഞാൻ കുറേ വീഡിയോസ് കാണും, കുറേ വ്ളോഗ് കാണും. ആക്ച്വലി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എൻജോയ് ചെയ്യും. പിന്നെ ബ്ലോഗ്സ് ഞാൻ വായിക്കും. അപ്പൊ അതിൽ അവരെ എന്തൊക്കെ പാക്ക് ചെയ്യണം, എന്തൊക്കെ ഇതാക്കണം, അങ്ങനെ കുറെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്തുമ്പോൾ നമുക്കറിയാം എവിടെ കാർ റെന്റ് ചെയ്യണം, എവിടെ പോയിട്ട് ബുക്ക് ചെയ്യണം, ഹോട്ടൽസ് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയിട്ട് റൂംസ് ബുക്ക് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ ബേസിക് ആയിട്ട് ഏകദേശം അറിയാം. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യാറ്. പിന്നെ ഞങ്ങൾ ഇവിടെ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ചില ട്രിപ്പുകളെല്ലാം ഏജൻസീസിനെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾ മൊറോക്കോ പോയപ്പോൾ സഹാറ പോയത് അവിടെ എത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഏജൻസിന്റെ വഴി അങ്ങോട്ട് പോയതാണ്.
കാരണം സഹാറ പോയപ്പോൾ നമുക്ക് കാർ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഒരാൾ വേണം 8 hours ഡ്രൈവ് ചെയ്ത് പോകാൻ. ആൻഡ് പോണ വഴിയാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട്. അപ്പൊ നമ്മൾ ലോക്കൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് ലോക്കൽ ആയിട്ടുള്ള ഒരാൾ വേണമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നലെ പോയ ആ സ്ഥലം. അത് ഹൈക്കിംഗ് ആയതുകൊണ്ട് നമുക്കൊരു ഗൈഡും ഹൈക്ക് ചെയ്യുന്ന ആളും വേണമായിരുന്നു. സോ നമ്മൾ അത് ബുക്ക് ചെയ്തു. തട്ടിപ്പൊളിയായിരുന്നു. അതും എന്താ പറയാ, ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ബ്രൈറ്റ് ആയിട്ടാണ് സ്കൈ വരുന്നത്, മാഷ്മെല്ലോ പിങ്ക് കളറിൽ. വീഡിയോസിൽ അത് കുറച്ചും കൂടിയും കുറവാണ്. സോ നേരിട്ടാണ് വേറൊരു ലോകത്ത് നമ്മൾ പോയ പോലെ ഉണ്ടായിരുന്നു. ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഹോളിഡേ ഞങ്ങൾ ഫ്രീ ആണ്. ബട്ട് നൈറ്റ് ഞങ്ങളൊരു ഇതുപോലെ തന്നെ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ നിൽക്കുന്ന ഇത്രയും ദിവസങ്ങളിലെ ഫോർകാസ്റ്റിൽ നോർത്തേൺ ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഭയങ്കര കുറവാണ്. ഈ നോർത്തേൺ ലൈറ്റ് നമുക്ക് എപ്പോഴും അടിപൊളിയായിട്ട് കാണാൻ പറ്റില്ല. ഇനി അതിന്റെ ഇന്റൻസിറ്റി വരുന്നത് എൻഡ് ഓഫ് ജാനുവരിയിലാണ്. 31st February 1 ആൻഡ് February 2 നല്ല അടിപൊളിയായിട്ട് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ നിൽക്കുന്ന ഡ്യൂറേഷനിൽ നിൽക്കുന്നില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഞങ്ങൾ 6 മാസം മുന്നെയാണ്. അപ്പോഴേ ഞങ്ങൾക്ക് ഫോർകാസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല എക്സാക്ട്ലി ഏത് ടൈമിലായിരിക്കും വരുന്നതെന്ന്. സോ ഞങ്ങൾ ഇങ്ങനെ റാൻഡംലി ബുക്ക് ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾ വരുന്ന ടൈമിൽ ഇന്റൻസിറ്റി കുറവാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ കുറേ നല്ല സാധനങ്ങൾ കണ്ടു. ഇപ്പൊ നോർത്തേൺ ലൈറ്റ്സ് ഇപ്പോൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇൻഷാല്ല വേറൊരു ട്രിപ്പിലാണെങ്കിലും കാണാമല്ലോ. ഞാൻ എന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു ചാൻസ് ലോ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അവർ പറഞ്ഞ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാം, നമുക്ക് കുഴപ്പമില്ല. എന്തായാലും ഞാൻ വന്നിട്ട് ട്രൈ ചെയ്തില്ലെങ്കിൽ എനിക്കതൊരു വിഷമമാണ്. ലൈക്ക് ഞാൻ ആ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ വേണ്ടി പോവാൻ ട്രൈ ചെയ്തില്ലെങ്കിൽ എനിക്കത് വിഷമാവും. വാട്ട് ഇഫ് സപ്പോസ് എനിക്ക് ചെറിയ നേരിയതുപോലെ കണ്ടാലും ഞാൻ ഹാപ്പി ആയിരിക്കും കേട്ടോ. ഉള്ളത് കൊണ്ടോണം പോലെയാണല്ലോ. എന്തായാലും ഇനി ഇത് കാണാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തേക്ക് ട്രാവൽ ചെയ്ത് വരലെന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആണ് ഈ ഫിൻലൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്തായാലും വന്ന സ്ഥിതിക്ക് അതൊന്ന് ട്രൈ ചെയ്യാം. കാണാൻ പറ്റും, വിധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, വിധിച്ചിട്ടില്ലെങ്കിൽ കണ്ടില്ല. പിന്നീട് എപ്പോഴെങ്കിലും വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകുമ്പോൾ അവിടെ നിന്ന് കാണാൻ പറ്റുവാണെങ്കിൽ കാണാം. നമുക്ക് എല്ലാത്തിനും ഓരോ ടൈം ഉണ്ടാവില്ല. ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും, ചില കാര്യങ്ങൾ കാണാൻ പറ്റില്ല. വളരെ റെയർ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ലൈറ്റ് പില്ലേഴ്സ്. അത് ഞാൻ എക്സ്പെക്ടേ ചെയ്തിട്ടില്ല. ഞാൻ ഈ ഫിൻലൻഡിൽ വരുന്നതിന് മുന്നേ ഫിൻലൻഡിൽ സ്റ്റേ ചെയ്യുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ ഡെയിലി സ്റ്റോറി അപ്ഡേറ്റ്സ് തരും. ഇന്ന് സ്നോ ഉണ്ടായിരുന്നു, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതില് ഒരു കപ്പിളിന്റെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ലൈറ്റ് പില്ലേഴ്സ്. രാത്രിയിലാണ് അവർ കണ്ടത്. ഞങ്ങൾ കണ്ടത് സൺറൈസ് ടൈമിലായിരുന്നു. സോ അവരതിൽ പറയുന്നുണ്ട് അത് റെയർ ഫിനോമിനൻ ആണെന്നൊക്കെ. അപ്പൊ അതൊക്കെ കാണാൻ പറ്റി. അതിന് അൽഹംദുലില്ലാ ഞങ്ങൾ ഇന്ന് റെഡി ആവാണ്. ഇപ്പൊ ഏകദേശം 12 മണിയാവാറ്. ഇനി ഒരു 2 hours മാക്സിമം ലൈറ്റ് ഉണ്ടാവും. ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു അടിപൊളി സ്ഥലമാണ്. ഇതിന്റെ അടുത്ത് കുറച്ച് സ്ഥലങ്ങൾ ഞാൻ ഇന്നലെ രാത്രി നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ പോവാം, സൺറൈസ് പോയി കാണാം, തിരിച്ചു വരാം, ഫുള്ളി പാക്ക് ചെയ്യാം. ഫുള്ളി സെറ്റ് ചെയ്ത് പാക്ക് ചെയ്തിട്ട് രാത്രി ഒരു 6 മണിയാകുമ്പോൾ ഞങ്ങൾ വീണ്ടും ലെവിയിലേക്ക് പോകും. ലെവിന്ന് ഞങ്ങൾ നോർത്തേൺ ലൈറ്റ്സിന് ട്രിപ്പ് പോകും. അത് ഏകദേശം 5 hours to 8 hours നിൽക്കും എന്നാ പറയുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഏകദേശം ഒരു 3-4 മണിയാവും. ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ നിന്ന് നാളെ രാവിലെ 7 മണിക്ക് എയർപോർട്ടിലേക്ക് ട്രാവൽ ചെയ്യണം. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മളിന്ന് ഇറങ്ങുന്നത്. ഈ ഒരു സാധനം ആമസോണിൽ നിന്ന് കിട്ടുന്ന അടുത്ത് 2 എണ്ണമായിട്ടാണ് വന്നേ. എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ബേബി ഹെയർസ് ഉണ്ടാവില്ലേ, അതുമ്മല് നമ്മൾ മസ്കാര വെച്ച് കൊടുക്കുന്ന പോലെ ചെയ്താൽ ബേബി ഹെയർസ് അങ്ങനെ ഇരിക്കും. ഒരു ഹെയർ ജെല്ലാണ് ഇതിൻ്റെ ഉള്ളിൽ. നല്ല നീറ്റ് ആൻഡ് സ്ലീക്ക് ലിക്വിഡ്. ദിസ് ഈസ് മൈ ലുക്ക് ഫോർ ടുഡേ. പക്ഷെ ഈ ജാക്കറ്റ് ഇവിടെ അധികം തണുപ്പ് നിൽക്കില്ല. അതുകൊണ്ട് അധികം പുറത്തേക്ക് പോവാത്ത പുറത്തിറങ്ങുമ്പോൾ വരെ ജാക്കറ്റ്. ജസ്റ്റ് ഷോ. നല്ലൊരു ക്ലൈമറ്റ് ആണ്. മഞ്ഞൊന്നുമില്ല, ലൈക്ക് മഞ്ഞ് പെയ്യലില്ല. നല്ല രാത്രി ഒന്നും ഇത്തിരി പെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിക്കുന്നേ. ഇവിടെയൊക്കെ ആയിട്ട് ദേ അവിടെ മൂൺ കണ്ടോ, തുടങ്ങിയില്ലേ? നല്ല രസമുണ്ടാണ്. ഇന്നത്തെ ടെമ്പറേച്ചർ ലാസ്റ്റ് ടൈമിനേക്കാളും ഭയങ്കര കൂടുതലാണ്. -25 ഡിഗ്രിയാണ്. അപ്പം നല്ല തണുപ്പുണ്ട്. ഞങ്ങളിപ്പോൾ സൺസെറ്റ് സമയത്ത് ഒരു ലേക്കിൻ്റെ അടുത്തുള്ള സ്വിമ്മിൽ പോവാട്ടോ. എങ്ങനെയുണ്ട്? ആൾക്കാർ നടന്നൊരു പേർ തലയിൽ കൈസിടൂ. ഇത് ആക്ച്വലി ഒരു ലേക്കാണ്. അത് ഫ്രോസൺ ആയി പോയതാ. ഞാൻ സൊവനിയർ നോക്കായിരുന്നു. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ പെയ്തെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഇന്നലെ പോയ സ്ഥലം പോലെയുണ്ട്. പിന്നെ എനിക്കിതും ഇഷ്ടമായി. കണ്ടോ അല്ലേ? അത് രണ്ടുമാണ് എൻ്റെ ഒരു ഇതിലിരിക്കുന്നേ. പിന്നെ ഇത് റൗണ്ടാണ്. പക്ഷെ ഈ റൗണ്ട് ഒരുപാടുണ്ട് ഞങ്ങളുടെ. അതിലും ഭേദം ഇതിൻ്റെ ഈ ഫിൻലൻഡിൻ്റെ ആ ഒരു ഷേപ്പാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും തോന്നുന്നത്. ഞാൻ ആ ലേക്ക് പോയപ്പോഴേ അവർ തിരിച്ചറിഞ്ഞ ആൾക്കാരെ ലാഷസ് അല്ല വെള്ള കളർ.
പെണ്ണിൻ്റെ ഇവിടെ എല്ലാം വെള്ളം, ഇവിടെ എല്ലാം വെള്ളം. അപ്പോഴാണ് അവരിങ്ങനെ പറയുന്നത് ഇന്ന് എക്സ്ട്രീം വെതർ, ഇന്ന് -25 ആവും. ഞങ്ങൾ വന്നിട്ട് മാക്സിമം വന്നത് -20 ആയിരുന്നു. എൻ്റെ കാലൊക്കെ എനിക്കിങ്ങനെ വിറച്ചിട്ട് ഫ്രോസ് ബൈറ്റ് അടിക്കുന്ന പോലെ തോന്നി. അപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് കയറി. അപ്പോൾ ഹസ്കി റൈഡിന് പോകാൻ ഞങ്ങൾ വിചാരിച്ചിട്ട് ഈ വെതറിൽ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമെന്ന് വിചാരിച്ചിരിക്കുക. സ്യൂഷ്യൽ ഞാൻ വെജിറ്റേറിയൻ ആണ് ഓർഡർ ചെയ്തത്. ഫലഫൽ ബർഗർ, അനു ഡബിൾ ചീസ് ബർഗറാണ്. പിന്നെ ഞാനൊരു ഓട്ട് ലാറ്റയും അനു ഓട്ട് ക്യാപ്പച്ചിനോ. ഇന്നത്തെ സൺസെറ്റ് ആണ്, പ്രോപ്പർലി എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അടിപൊളി സൺസെറ്റ് ആണ്. ഈ ഒരു സൺസെറ്റിൻ്റെ ടൈമിൽ റെയിൻഡിയേഴ്സ് ഓർ ഹസ്കി സഫാരിയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കൂ നിങ്ങൾ കേട്ടോ. വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കുറച്ച് ബാഗൊക്കെ പാക്ക് ചെയ്ത്, കാരണം നാളെ രാവിലെ ഞങ്ങൾ ഇറങ്ങും. അത് രാത്രി ഇറങ്ങുവാണ്. ദിസ് ടൈം ഞാൻ 2-3 ലെയർ ഇട്ടിട്ടുണ്ട്. പഷ്മിൻ ഷോൾ ഇട്ടിട്ടുണ്ട് എക്സ്ട്രാ വാം ആയിട്ട്, ജസ്റ്റ് ഇൻ കേസ്. അത് എൻ്റെ ഇന്ന് രാത്രി മിക്കവാറും ഉറങ്ങാൻ ചാൻസ് ഇല്ല. സോ 8 മണിക്കൂർ കഴിയുമ്പോൾ വരുള്ളൂ നമ്മൾ. അതായത് ഇവിടെ 3 മണിയാകുമ്പോൾ രാവിലെ. അപ്പോൾ ലെറ്റ് സീ. ഞാൻ എൻ്റെ മേലിൽ ജാക്കറ്റും കൂടി ഇട്ടിട്ടാണ് പോകുന്നത്. നല്ല തണുപ്പാണ്. ഞങ്ങൾ വന്നതിൽ ഏറ്റവും തണുപ്പുള്ള ദിവസം ഇന്നാണ്. -25 അത് ലെവിയിലെ സ്കീയിങ് ട്രാക്കാണ് കണ്ടോ. ഇതുപോലെ ഞങ്ങൾ താമസിക്കുന്ന അടുത്തുണ്ട്. ഏകദേശം ഒരു 55 minutes ഡ്രൈവ് ഉണ്ടല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട്. അനുവിൻ്റെ ഒരു ഡ്രൈവിങ്ങിൽ ഞങ്ങൾ ഏകദേശം 45 മിനിറ്റിൽ എത്തിയതാണ് എൻ്റെ ഒരു നിഗമനം. ഓ ദാറ്റ്സ് വർക്കിംഗ് ടുഡേ. -20 സംതിങ് ഡിഗ്രിയിൽ അവർ സ്കീ ചെയ്യുന്നത് രാത്രി. സമ്മതിക്കണവർ. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെ ഈ കാറിന് മാത്രം പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ. അതാണ് ഇവിടെ. അതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇവിടെ ഞാൻ കുറെ പ്രൊമോഷൻ കാറിന്റെ കാളേജ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് സ്കീയിങ് ചെയ്യുന്ന സ്ഥലം. 6 മണി വരെയൊക്കെ ഉള്ളൂ പൊതുവെ എല്ലായിടത്തും. കഴിഞ്ഞിട്ടുണ്ടാവും ഇന്ന്. ഇത് നോക്ക്. അതെ, ഇതാണ് ഗൈസ് അവിടെ നോർത്തേൺ ലൈറ്റ്സ്. ആക്ച്വലി ക്യാമറയിൽ മര്യാദക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഫോട്ടോയിൽ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കാണാൻ വേണ്ടി. ഞങ്ങൾ കുറച്ചധികം പിക്ചേഴ്സും എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആക്ച്വലി ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല എനിക്ക് കാണുമെന്ന്, പക്ഷെ അടിപൊളിയായിട്ട് കണ്ട്. ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് നൈറ്റ് ആയിരുന്നു. അനു സത്യം പറഞ്ഞാൽ ഒരു 50-50 ആയിരുന്നു. അവർ മോർണിംഗിൽ നമുക്കിങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു 10 to 20% ചാൻസ് ഉള്ളൂ കാണാമെന്ന് പറഞ്ഞിട്ട്. അപ്പം തന്നെ അനു പറഞ്ഞേ ക്യാൻസൽ ചെയ്യാം, നമുക്ക് റീഫണ്ട് വാങ്ങിക്കാം, കാരണം ഒരുവിധം നല്ല റേറ്റ് ഉണ്ട് ഇവിടെ ഈ ട്രിപ്പ് പോകുന്നതിന്. ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ ട്രൈ ചെയ്തില്ല എന്നൊരു വിഷമം പാടില്ലല്ലോ. അങ്ങനെ ബുക്ക് ചെയ്താണ്. പക്ഷെ കണ്ടുവിട്ട പുള്ളി തന്നെ പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയിൽ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. എക്സ്ട്രാ ഓർഡിനറി അല്ല, പക്ഷേ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അടിപൊളി ടീമായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഗൈഡും അടിപൊളിയായിരുന്നു. അല്ലേ, 1:30 രാത്രി. ഞങ്ങൾക്ക് രാവിലെ 6 മണിക്ക് എണീക്കണം, 8 മണിക്ക് ഇറങ്ങണം, പാക്ക് ചെയ്യാനുണ്ട്, കുറേ പണിയുണ്ട്. അപ്പോൾ ഇനി നാളെ രാവിലെ ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലേക്കാണ്. സൺറൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 9:20 ആയിപ്പോട്ടെ. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുകയാണ്. ഇപ്പൊ അനുവിന് ഭയങ്കര ഇഷ്ടമായി ഇവിടെ നിൽക്കണം എന്നാണ് പറയുന്നത്. 1 വീക്ക് ഇസ് അടിപൊളി. 5 ദിവസം ഞങ്ങൾ നിന്നു, അതും അടിപൊളിയായിരുന്നു.